ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ചാനലിൽ നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്. ഓക്കെ, നിങ്ങളുടെ എനർജി എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് നോക്കാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ റിലേഷനെ തകർക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇടയായതായി കാണുന്നുണ്ട്. ഓക്കെ, ചോദ്യോത്തരങ്ങളാണ്. നിങ്ങളിൽ നിന്നും അവർ ചില കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങളെ അവർ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹം തന്നെയാണ്. നിങ്ങളും അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് സ്നേഹമാണെങ്കിൽ തന്നെയും അവർ അവരുടേതായിട്ടുള്ള ഇപ്പോഴും ഉത്തരവാദിത്തങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹമൊന്നും അവർ മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ അവരുടെ ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾ അവരുടെ കോളിന്, മെസ്സേജിന് അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു പക്ഷേ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കും. പണ്ട് മുതലേ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. മാനസികമായും ശാരീരികമായും കണക്ഷനുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അവർ നിങ്ങളിൽ നിന്നും ദൂരെ പോയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കായിരിക്കാം ഇപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു എനർജി ഉള്ളത്. ഒരു അന്ധകാരം വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ മനസ്സിലായിരിക്കാം വന്നിരിക്കുന്നത്. എന്നാൽ അവരിപ്പോഴും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ഊർജ്ജം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നല്ലൊരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ടവർ എനർജിയാണ് നിലവിൽ. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളോ അല്ലെങ്കിൽ അവരോ പരസ്പരം ദൂരേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ഒരു പെയിൻ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ റിലേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻ എന്താണ്. ഓക്കെ, ഒരുപാട് ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് എന്താണ് നിലപാട് അത് പെട്ടെന്ന് മാറ്റാതിരിക്കുക. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആ നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിങ്ങനെ പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് വൈകിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്താണെന്ന് മാത്രം നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവരുടെ പിറകെ പോകുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവരെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അവർ ലാസ്റ്റ് സീൻ എന്താണ്, അവരാരോടാണ് സംസാരിക്കുന്നത്, അവരുടെ ഫോട്ടോസ് അങ്ങനെയൊക്കെ വീണ്ടും എടുത്ത് അവർ സെർച്ച് ചെയ്ത് നിങ്ങളുടെ എനർജി മുഴുവനായി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നതിനും അതുപോലെ തന്നെ അവരെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് പകരം ദൂരോട്ട് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം നിങ്ങൾക്ക് വഴികാട്ടിയാകാൻ നിങ്ങൾ ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് വന്നിട്ടുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ എനർജി ഡൗൺ ആയതോടുകൂടി നിങ്ങളിൽ നിന്നും അവർ ദൂരേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക. അവരെ സെർച്ച് ചെയ്യുന്നതും അവരെ
ഫോളോ ചെയ്ത് പോകുന്നതും നിങ്ങൾ സ്റ്റോപ്പ് ആക്കുക. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളെ തന്നെ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിങ്ങൾ ബാലൻസ് ചെയ്യുക, നിങ്ങളുടെ ചിന്തകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഒരു സമയം തന്നെ നമ്മൾ ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടിക്കലായി ചിന്തിക്കാനും പാടില്ല. അതിനെ രണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങളുടെ 7 ചക്രയെ സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ ചക്രാസിനെ എല്ലാം നിങ്ങൾ സ്ട്രോങ് ആക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ഒരു ശക്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർ ആകും. സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, റീയൂണിയൻ സാധ്യമാകുമോ? നിങ്ങളിതിലൊരു കാർഡ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പ്ലീസ് ഗെറ്റ് മീ മദർ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ താങ്ക് യു. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് റീയൂണിയൻ ഉടൻ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അവർ നിങ്ങളെ കാണുവാൻ വരുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും, കോൾ മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് അവർ നൽകുന്നത്. പക്ഷേ അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടുപേർക്കും യൂണിയൻ സാധ്യമാകുന്നുണ്ട്, പക്ഷെ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു കാർഡിനുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഇപ്പോഴുള്ള മാറ്റം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളിപ്പോൾ പരസ്പരം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മിണ്ടണം, സംസാരിക്കണം, അവരെ ഒന്ന് കാണണം എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബാലൻസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതെല്ലാം ഒന്ന് പറഞ്ഞ് തീർത്തെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിങ്ങി നിൽക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചോദിക്കണം അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഇത് സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് റീയൂണിയൻ ആകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻ നല്ല രീതിയിൽ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. കപ്പിൻ്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് കപ്പ്. എത്രയും പെട്ടെന്ന് നിങ്ങളുമായി സ്നേഹം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അവർ ആക്ഷൻ എടുക്കാൻ ഭയന്നിരിക്കുന്നു. അവർക്ക് ചിന്തകൾ ഇപ്പോൾ അവർക്ക് കൃത്യമായി കാണിക്കുന്നില്ല. എങ്ങനെ പോകണം, എന്ത് പറയണം, എങ്ങനെ ചെല്ലണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളിലേക്ക് കടന്നു വരാനും ഒരു റീയൂണിയനും അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിലവിലുള്ളത്. പ്ലീസ് ഗെറ്റ് മീ മദർ 2026 നിങ്ങൾക്ക് റിലേഷൻ സംബന്ധമായി എങ്ങനെയാണ്, സാമ്പത്തികപരമായി എങ്ങനെയാണ്, ജോലി സംബന്ധമായി എങ്ങനെയാണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ ജോലി സംബന്ധമായി എൻ്റെ വ്യൂസിൻ്റെ 2026 എങ്ങനെയായിരിക്കും? പ്ലീസ് ഗെറ്റ് മീ മദർ ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് നിങ്ങളുടെ ജോലി കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ജോലി സംബന്ധമായിട്ട് ഓക്കെ, നിങ്ങളൊരു റെസ്റ്റിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നല്ല രീതിയിലായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ മാനസിക അവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിന് മടുപ്പ് തോന്നുക, ഇത് വേണ്ട, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം ചെയ്യുന്നില്ല, പിന്നെ ആകട്ടെ എന്നൊക്കെയുള്ള ചിന്തകളും ഓവർ തിങ്കിങ്ങും മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള മെഡിറ്റേഷൻ നിങ്ങൾ 2026 ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് കിട്ടും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ല ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി നിലവിൽ കാണുന്നുണ്ട്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ എന്തുകൊണ്ടാണ് 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ഒരു അഡിക്ഷനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരെയൊക്കെ ഭയക്കുന്നതായി കാണുന്നുണ്ട്. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനെ നിങ്ങൾ റിലീസ് ചെയ്തേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾ പൂർണ്ണമായും റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ 2026 നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. 6 നമ്പറാണ് വന്നിരിക്കുന്നത്.
നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ട യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൂടുതൽ സ്ട്രെങ്ത് കൊണ്ടുവരണം. ഓക്കെ, പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. എങ്ങനെ ഇതിനെ ഈ ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യാം? ഓക്കെ, നിങ്ങൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് എടുക്കുന്നതിന് പകരം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ നിങ്ങൾ തീരുമാനിക്കുക. ഇത് കണ്ടില്ലേ, ഇത് 4 എന്നുള്ളൊരു കാർഡാണ്. ഇവിടെ മാനസികമായി ചിന്തിച്ച് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇത് 4 എന്നുള്ളൊരു കാർഡാണ്. അത് കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് കല്ല് പോലെ ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ തളർന്നു പോകേണ്ട വ്യക്തിയല്ല, നമ്മൾ കല്ല് പോലെ ചിന്തിച്ച് നമ്മളിലെ ഭയക്കുന്ന എന്ത് കാര്യമാണോ, നമ്മളെ അഡിക്ഷനായിട്ട് നിർത്തിയിരിക്കുന്ന എന്ത് കാര്യത്തിനാണോ അതിനെ നമ്മൾ അതിജീവിച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് ജോലിയാണോ എന്ത് കാര്യമാണോ അതിൽ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആകുമോ? ഓക്കെ, തീർച്ചയായിട്ടും 100-110% 8 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് വളരെ ഈസിയായി അതിനെ കൺട്രോൾ ചെയ്യുവാനും വളരെ ഗ്രോത്ത് കൊണ്ടുവരുവാനും ബ്ലെസ്സിങ് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സിവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, റിലേഷൻ സംബന്ധമായി 2026 എങ്ങനെയായിരിക്കും? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡിൽ റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ സംസാരിച്ച് അതിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡിൽ കോൺഫ്ലിക്റ്റുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നിലധികം അഭിപ്രായങ്ങൾ കടന്നു വരുന്നു. അത് നിങ്ങളുടെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ ആയിരിക്കാം. കുറച്ച് അഭിപ്രായങ്ങൾ കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഈ ഒരു അഭിപ്രായത്തെ എങ്ങനെ അതിജീവിക്കാം? ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മൂവ് ഓൺ ചെയ്യുക. താൽക്കാലികമായിട്ടുള്ളൊരു ഗ്രഹണം മാത്രമാണ് അതിൽ വരുന്ന കോൺഫ്ലിക്റ്റ്. പക്ഷേ നിങ്ങൾ അതിൽ ഇടപെടുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുക. ഇല്ല, വേണ്ട എങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതേ നോക്കി മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളെല്ലാം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, അത് അവസാനിച്ച് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മൈനർ ആർക്കാന കാർഡാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ എങ്ങനെയായിരിക്കും? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ എങ്ങനെയായിരിക്കും? ഓക്കെ, 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 കപ്പുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നഷ്ടപ്പെട്ടതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ എനിക്ക് നേടാനുള്ള ബാക്കി എന്താണ് എന്നുള്ളതിനെ തിരയണം. ഓക്കെ, അയ്യോ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി, അയ്യോ എനിക്ക് റിലേഷൻ നഷ്ടപ്പെട്ടു പോയി, അയ്യോ എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം എനിക്കിനി എന്താണ് നേടാനുള്ളത്, നഷ്ടപ്പെട്ടു, ഇനി എന്താണ് എനിക്ക് നേടാനുള്ളത് എന്നുള്ളതിനെ നമ്മൾ തിരയണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നഷ്ടം വലുത് തന്നെയാണ്, പക്ഷേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില നഷ്ടങ്ങളുണ്ട് അല്ലേ. നമുക്ക് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒന്നായിരിക്കത്തില്ല. പക്ഷേ നമ്മളിപ്പോഴും അതേ വേദനയിൽ നിന്നിട്ട് കാര്യമുണ്ടോ? വേദനിച്ച് അത് തിരിച്ചു കിട്ടുമെങ്കിൽ നമുക്ക് വേദനിക്കാം, എത്ര വേണമെങ്കിലും വേദനിക്കാം. അവർ തിരിച്ചു വരുമെങ്കിൽ ഇല്ല, അത് തിരിച്ചു കിട്ടുന്നില്ല. ആ സാമ്പത്തികമാണെങ്കിലും ആ ഭൂമിയാണെങ്കിലും ആ വ്യക്തിയാണെങ്കിലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്ക് ബുദ്ധിപരമായിട്ട് നല്ല ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ സങ്കടപ്പെട്ട് നിൽക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടി പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളതിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സോട് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഈ ചലഞ്ചിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ എന്ത് ആക്ഷനാണ് എൻ്റെ വ്യൂസ് എടുക്കേണ്ടത്? ഓക്കെ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഉള്ളിലൊരു അഗ്നിയുണ്ട്, ആ അഗ്നിയെ നമ്മൾ മനസ്സിലാക്കുക. നഷ്ടമായതിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് കിട്ടത്തില്ല. നമ്മൾ
നമ്മുടെ ഉള്ളിലെ ആ ഗ്രോത്തിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ വിജയം നമുക്ക് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സങ്കടപ്പെട്ടു പോകും, ഓവർ തിങ്കിങ് ആയി പോകും, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല, നമ്മൾ രോഗിയായി മാറിപ്പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടുകയല്ല വേണ്ടത്. നമുക്ക് ഇനി എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് ഉയരത്തിലേക്ക് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങളിത് അഫർമേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലും വരുത്തേണ്ടതായിട്ടുള്ള ഗൈഡൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഓക്കെ, ധൈര്യമായിട്ട് പോകുക. അഫർമേഷൻ സ്ട്രോങ് ആയിരിക്കട്ടെ. റീഡിങ്ങിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ടാരോ കാർഡ് പഠിക്കുവാനോ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.